ഹായ് ഓൾ, ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ എല്ലാ ആളുകൾക്കും വളരെ ഇഷ്ടമാണ്. എന്താണ്, ഇന്ന് തന്നെ എൻട്രി എടുത്ത് ഇന്ന് തന്നെ റിസൾട്ട് അറിയാം എന്നുള്ളതാണ് ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള കാര്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത് ഇൻട്രാഡേ സ്ട്രാഡിൽസ് ആണ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇൻട്രാഡേ സ്ട്രാഡിൽ ഓപ്ഷൻ സെല്ലിംഗ് ട്രേഡിങ്സ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. ബട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് എന്താണ് അതിൻ്റെ അവസ്ഥ? കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ലോസുകൾ അടിക്കുകയും വലിയ ഡ്രോഡൗൺസ്, വലിയ ലോസുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും? ഇൻട്രാഡേ സ്ട്രാഡിൽസ് ചെയ്യുന്ന പ്ലേയേഴ്സിന് എങ്ങനെ ഈ ലോസുകൾ ഓവർകം ചെയ്യാം, എങ്ങനെ സ്ട്രാറ്റജി അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ള കുറച്ച് ടോപ്പിക്സും ഒരു അടിപൊളി ഇൻട്രാഡേ സ്ട്രാഡിലുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നല്ല ട്രേഡർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ കൂടെ ഒരു പുതിയ ഒരു നോളജ് നിങ്ങൾക്ക് ആഡ് ചെയ്യുകയും നിങ്ങളുടെ ഡ്രോ ഡൗൺസ് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് TradeTalks. നിങ്ങൾ TradeTalksൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ മറ്റ് സ്ട്രാറ്റജീസ് ഓൾറെഡി നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഐ ബട്ടൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ TradeTalksൻ്റെ ഓപ്ഷൻ സെല്ലിംഗ് കോഴ്സിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാൻ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ സ്ട്രാഡിലിൻ്റെ ലോസ് ഓവർകം ചെയ്യാം, 2 ഇൻട്രാഡേയിൽ എങ്ങനെ നല്ലൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്ട്രാഡിലോ ഒരു സ്ട്രാങ്കിളോ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ ആവശ്യമാണ്. നിഫ്റ്റി ആണെങ്കിലോ ഏകദേശം 1 ലക്ഷം രൂപയാണ് നമുക്ക് ആവശ്യമുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം ഒരു സ്ട്രാഡിൽ, അതായത് അറ്റ് ദ മണി സ്ട്രാഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വലിയ ഡ്രോ ഡൗൺസ് ആണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും 9:15, 11:30, 12:30 എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈമിങ്ങുകളിൽ സ്ട്രാഡിൽസ് എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ബട്ട് പിന്നെയും ലോസുകളാണ് വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്കടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സ്ട്രാങ്കിളിനെ കുറച്ചുകൂടി ബെറ്റർ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു അടിപൊളി സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ്. സോ ഈ സ്ക്രീനിലോട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഞാൻ 4 ട്രേഡ്സ് ആണ് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. BN2 അതുപോലെ തന്നെ N1, N2 എന്ന് പറയുന്ന 4 സ്ട്രാറ്റജീസാണ്. സോ BNൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് 1 by 1 ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. BN എന്ന് പറയുന്നത് ഒരു ബാങ്ക് നിഫ്റ്റി സ്ട്രാങ്കിളാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് 100 രൂപ പ്രീമിയമുള്ള കോളും പുട്ടുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സെല്ല് ചെയ്യുന്നത്. 30% നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. അതായത് 130 രൂപയാണ് നമ്മുടെ കോളിൻ്റെയും പുട്ടിൻ്റെയും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് 9:20-നും എക്സിറ്റ് എന്ന് പറയുന്നത് 3:25-നുമാണ്. സിമ്പിൾ സ്ട്രാറ്റജിയാണ് നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജി BN2 എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. BN2ലേക്ക് വരുമ്പോഴും ഇതും 100 രൂപ പ്രീമിയം ഉള്ള കോളും പുട്ടും തന്നെ സെല്ല് ചെയ്തിരിക്കുകയാണ്. അത് OTM ആയിരിക്കും, അത് സ്ട്രാങ്കിൾ ആയിരിക്കും. ബട്ട് ഇവിടെ നമ്മൾ 30% തന്നെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. രാവിലെ 9:20-ന് കയറിയതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ട്രേഡ് നമ്മൾ വരുന്നത് 12:20-ന് 100 രൂപയുള്ള കോളും പുട്ടും സെല്ല് ചെയ്യുന്ന രണ്ടാമത്തെ എൻട്രിയാണ് നമ്മൾ 12:20-ക്ക് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത് N1 എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ്. N1-ൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. N1-ൽ നമ്മൾ 40 രൂപയുള്ള കോള്, 40 രൂപയുള്ള പുട്ട്, അതായത് അതും സമയം എത്രയാണ്, 9:20 അപ്പോൾ 9:20-ന് നമ്മൾ ബാങ്ക് നിഫ്റ്റി സ്ട്രാങ്കിൾ 100 രൂപയുള്ള കോള്, 100 രൂപയുള്ള പുട്ട്. നിഫ്റ്റി എന്ത് ചെയ്തിരിക്കുന്നു, 9:20-ന് 40 രൂപയുള്ള കോള്, 40 രൂപയുള്ള പുട്ട്. ഇങ്ങനെ 2 ട്രേഡുകൾ നമ്മൾ 9:20-നും ബാങ്ക് നിഫ്റ്റി ഒരു ട്രേഡ് 12:20-നും നിഫ്റ്റി ഒരു ട്രേഡ് 12:20-നും 40 രൂപയുള്ള നിഫ്റ്റി, 100 രൂപയുള്ള ബാങ്ക് നിഫ്റ്റി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, 4 എൻട്രീസ് 2 സമയങ്ങളിലായിട്ട് 2 ഇൻഡെക്സിൽ, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ടോട്ടൽ ക്യാപിറ്റലിനെ വളരെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഡിഫറെൻറ്റ് ടൈമുകളിൽ നമ്മൾ എൻട്രി ചെയ്തിരിക്കുകയാണ്.
സോ നമ്മളൊരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നമ്മൾ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ബാഹുബലിയിൽ എന്താണ്, കുറേ പടയാളികൾ നമ്മുടെ ബാഹുബലിയുടെ കീഴിൽ ലെഫ്റ്റ് സൈഡിലും അത് കഴിഞ്ഞ് കുറേ പടയാളികൾ നമ്മുടെ അതർ നായകൻ്റെ കീഴിൽ റൈറ്റ് സൈഡിലുമായിട്ട് യുദ്ധത്തിൽ വിന്യസിച്ചിട്ടാണ് 2 പാർട്ടായിട്ടാണ് യുദ്ധത്തിൽ എൻട്രി ചെയ്യുന്നത്. 2 സൈഡിൽ നിന്ന് ശത്രുവിനെ എൻട്രി ചെയ്യുന്നു. ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, ഒരു ഭാഗം സെൻറ്ററിൽ നിന്ന് പ്രതിരോധിക്കുന്നു. ഇങ്ങനെ യുദ്ധത്തിലെ മുഴുവൻ സൈനികരെയും 3 ഭാഗങ്ങളായിട്ട് ആക്രമിക്കുന്ന രീതിയിലാണ് ബാഹുബലി സിനിമയിൽ യുദ്ധത്തിൽ അവരെ ആക്രമിക്കാനായിട്ട് നിയോഗിക്കുന്നത്. 300 മൂവി കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിലുള്ള പടയാളികൾ ഡിഫറെൻറ്റ് ടൈമിങ്ങുകളിൽ ഡിഫറെൻറ്റ് ഇൻഡെക്സുകളിൽ നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും 1230-ക്കും 1220-ക്കും 920-ക്കും നമ്മൾ 2 എൻട്രീസ് വെച്ചിട്ട് എടുക്കുന്നത്. മൊത്തം 4 ട്രേഡ്സ് ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ഇത് ബെനിഫിറ്റ് ആണോ അതോ പഴയ സ്ട്രാഡിലിൻ്റെ സെയിം അവസ്ഥ തന്നെയാണോ? ഇത് ചെയ്താൽ ഗുണമുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ ബാക്ക് ടെസ്റ്റ് ഡേറ്റയാണ് ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ ബാക്ക് ടെസ്റ്റ് ഡേറ്റയിലോട്ട് പോവാം. ജാനുവരി 1, 2020 മുതൽ നമ്മുടെ ഓഗസ്റ്റ് 10 2022 വരെയുള്ള 2.5 വർഷത്തെ ഡേറ്റ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. സോ ഇത് ഏകദേശം 5 ലക്ഷം രൂപ വേണ്ടി വരും ഈ 4 ട്രേഡും കൂടി നമുക്ക് ഒന്നിച്ച് ചെയ്യാനായിട്ട്. ഏകദേശം 5 lakhs. നിഫ്റ്റിക്ക് നമുക്ക് 1 ലക്ഷം, ബാങ്ക് നിഫ്റ്റിക്ക് 1.5 ലക്ഷം, മൊത്തം 4 ട്രേഡിനും കൂടി ഏകദേശം 5 ലക്ഷം രൂപയുടെ എങ്കിലും നമുക്ക് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. ഈ 5 ലക്ഷം രൂപ നമുക്ക് 2.5 കൊല്ലം കൊണ്ട് ഏകദേശം 7 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് മോർ ദാൻ 40% റിട്ടേൺ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ട്രേഡിൽ പറ്റുന്നുണ്ട്. ആവറേജ് ഒരു ദിവസം 1000 രൂപ പ്രോഫിറ്റ് നിങ്ങൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് 1000 രൂപ വളരെ ചെറിയ പ്രോഫിറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ബട്ട് 2.5 കൊല്ലം നിങ്ങൾ ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 7 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു സ്ട്രാറ്റജി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഇത് എത്ര ശതമാനം വിൻ ചെയ്യും എന്നുള്ളതാണ്. 100 ദിവസത്തിൽ 67 ദിവസം ഈ ഒരു സ്ട്രാറ്റജി വിൻ ചെയ്യാനായിട്ടുള്ള ബാക്ക് ടെസ്റ്റ് ഡേറ്റ പറയുന്നത് 67 ദിവസം ഇത് വിൻ ചെയ്യും എന്നുള്ളതാണ്. 33% ഇതിൻ്റെ ലോസ് വരാനുള്ള സാധ്യത. ദെൻ നമുക്ക് ഇതിൻ്റെ ഡ്രോ ഡൗൺ എത്രയാണെന്ന് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എത്ര റിസർവ് മണി വെക്കണം, റിസ്ക് റിവാർഡ് എത്ര വെക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പറയുന്ന ഡ്രോ ഡൗൺ ഡേറ്റയാണ്. ഡ്രോ ഡൗൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 13,000 രൂപയാണ് നമുക്ക് ഡ്രോ ഡൗൺ വരുന്നത്. അതായത് 13,000 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം ലെസ് ദാൻ 3%, 3% താഴെ മാത്രമാണ്. 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയ്ക്ക് 5,000 രൂപയാണ്. അപ്പോൾ 15,000 രൂപയ്ക്ക് താഴെയാണ് നമുക്കിവിടെ ഡ്രോ ഡൗൺ വന്നിരിക്കുന്നത്. മാക്സിമം വിന്നിങ് സ്ട്രീക്സ് 18 ദിവസവും മാക്സിമം ലോസ് സ്ട്രീക്സ് 4 ദിവസവുമാണ്. അപ്പോൾ വളരെ മികച്ച ഒരു സ്ട്രാറ്റജി റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ ഓരോ വർഷം ഇതെങ്ങനെ പെർഫോം ചെയ്തു എന്ന് നമുക്ക് നോക്കാം. 2020 ആണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 3 ലക്ഷം രൂപ റിട്ടേൺ തന്നിരിക്കുന്നത് 2020 അവിടുത്തെ ഡ്രോ ഡൗൺ 11,000 രൂപയാണ്. 2021 ഇത് 2,74,000 രൂപയുടെ റിട്ടേൺ ഓൾറെഡി ഇത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഡ്രോ ഡൗൺ 9,000 രൂപയാണ്. ദെൻ നമ്മൾ 2022 ഇൻട്രാഡേ ട്രേഡ്സ്, ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാഡിൽസ് ഏറ്റവും കൂടുതൽ ലോസ് തന്ന ഈ 2022 നിങ്ങളൊരു നോർമൽ സ്ട്രാഡിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ 2022 പ്രോഫിറ്റ് കാണാൻ സാധിക്കത്തില്ല. ബട്ട് ഈ ഒരു ട്രേഡ് ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം രൂപയുടെ പ്രോഫിറ്റാണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ജനുവരിയിലും ഒക്കെ പ്രോഫിറ്റ്സ് കുറവാണെങ്കിലും പിന്നീട് അങ്ങോട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഡ്രോ ഡൗൺ 12,600 നമ്മുടെ മാക്സ് ഡ്രോ ഡൗൺ വന്നിരിക്കുന്നത് 2022 ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. സോ നിങ്ങളുടെ ക്യാപിറ്റലിനെ ഡൈവേഴ്സിഫൈ ചെയ്ത് മൾട്ടിപ്പിൾ എൻട്രീസ് എടുക്കുക. കറക്റ്റ് 5 ലക്ഷം രൂപ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോക്കറേജ് കഴിഞ്ഞ് നിങ്ങളുടെ ഓവറോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ ഒരുപക്ഷെ 25% മാത്രമായിരിക്കും. നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ കൊണ്ടോ 25 ലക്ഷം രൂപ കൊണ്ടോ അല്ലെങ്കിൽ വലിയ ക്യാപിറ്റൽ കൊണ്ട് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി റിട്ടേൺ ആയിരിക്കും ഈ ഒരു ട്രേഡിലൂടെ കിട്ടുന്നത്. നമ്മുടെ ഇൻട്രാഡേ ട്രേഡ് ടോക്സിൻ്റെ ഇൻട്രാഡേ കമ്മ്യൂണിറ്റിയിൽ
നമ്മളെല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസും ഡയറക്ഷണൽ ഇൻട്രാഡേ ട്രേഡ്സുമാണ്. നിങ്ങൾക്ക് ട്രേഡ് ടോക്സിൻ്റെ ഇൻട്രാഡേ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ട്രേഡ് ടോക്സിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇൻട്രാഡേ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതോ ആണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സ് ചെയ്യാതിരിക്കുക. ഞാൻ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സ്ട്രാറ്റജിയിലോട്ട് എത്തിയതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നടന്ന ലൈവിൽ ഈ 11/8/2022 നടന്ന ലൈവ് ട്രേഡിംഗ്, എല്ലാ വ്യാഴാഴ്ചയും 1 മണിക്കുള്ള ലൈവ് ട്രേഡിൽ ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തന്നിരുന്നു. ഇന്ന് ഞാൻ ലൈവിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്ന ബാക്ക് ടെസ്റ്റ് ഡേറ്റയാണ്. നമ്മൾ ചെയ്ത 920 സ്ട്രാഡിലിൻ്റെ 100 രൂപയുടെ കോളും 40 രൂപയുടെ നിഫ്റ്റിയും 100 രൂപയുടെ ബാങ്ക് നിഫ്റ്റിയും നമ്മൾ എന്ത് ചെയ്തു, സ്ട്രാങ്കിളായിട്ട് 920ക്ക് എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ടുള്ള എൻട്രീസ് എടുത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ മികച്ച 66% വിന്നിങ്ങും ഏകദേശം 6 ലക്ഷം രൂപയുടെ റിട്ടേണുമാണ് നമുക്ക് കിട്ടിയത്. വളരെ മികച്ച റിട്ടേൺ ആണ്. 9:20 മാത്രം എൻട്രി എടുത്താലും ഈ ഒരു സ്ട്രാറ്റജി വളരെ മികച്ച റിട്ടേൺ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഏകദേശം 3 ലക്ഷം രൂപ ക്യാപിറ്റലിന് നമുക്ക് എത്രയാണ് 4 കൊല്ലം കൊണ്ട് ഡബിൾ റിട്ടേൺ നമുക്ക് തരുന്നുണ്ട്. സോ നിഫ്റ്റി കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ 1230 കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രോ ഡൗൺ പിന്നെയും കുറച്ചുകൂടി കൺസിസ്റ്റൻസി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മൾട്ടിപ്പിൾ ഇൻഡെക്സ് മൾട്ടിപ്പിൾ സമയത്ത് നമ്മൾ എൻട്രി ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നിങ്ങൾ സ്ട്രാഡിലിൽ മാത്രം ഒരു റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലോട്ട് ഒരു സ്ട്രാറ്റജി എത്തുമ്പോൾ അതിന് കുറച്ച് നാളുകൾ മാത്രമേ എഡ്ജ് ഉണ്ടാകത്തുള്ളൂ. എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മുൻതൂക്കം എന്ന് നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാം. സോ ആദ്യമേ തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ഒരു സ്ട്രാറ്റജി വന്നു, ആ സ്ട്രാറ്റജി സക്സസ്ഫുൾ ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എല്ലാം കഴിഞ്ഞ് എല്ലാ റീറ്റെയിൽ പ്ലേയേഴ്സും ആ സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജി പിന്നെ വിൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവായിരിക്കും. അതെന്തുകൊണ്ടാണ്? കാരണം ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ സാധിക്കില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ മാർക്കറ്റിൽ ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇൻട്രാഡേ സ്ട്രാഡിലിൽ ലോസ് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലോട്ട് പോവാം. നിങ്ങളൊരു ഇൻട്രാഡേ സ്ട്രാഡിൽ സാധാരണ എത്ര മണിക്കാണ് കയറുന്നത്? 9:20 നമ്മൾ എൻട്രി എടുക്കുന്നത്. എന്ത് ചെയ്യുന്നു? അറ്റ് ദ മണി കോളും അറ്റ് ദ മണി പുട്ടും നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. സോ എന്നിട്ട് എന്ത് ചെയ്യുന്നു? 30% അല്ലെങ്കിൽ 40% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ദെൻ വൺ സൈഡ് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു, കുറച്ച് നേരം കഴിയുമ്പോൾ അടുത്ത സൈഡും സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. ഇതാണ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നത്. ഇനി ഞാൻ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. നമ്മൾ 9:20 എൻട്രി എടുക്കുന്നില്ല. ഇപ്പോൾ 17,500 നമ്മുടെ സ്ട്രാഡിൽ എൻട്രി എന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾ 17,500 എൻട്രി എടുക്കാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്ന ഏകദേശ സമയം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു, 30% അല്ലെങ്കിൽ 40% സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്ന് നിങ്ങൾ വിചാരിക്കുക. 17,500 എൻട്രി നിങ്ങൾ എടുക്കുന്നില്ല, ഒരു വെർച്വൽ ട്രേഡ് ഇടുന്നു. 17,500 സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്ന സമയത്ത്, വൺ സൈഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്ന സമയത്ത് അപ്പോൾ പോയി നിങ്ങൾ 17,500 സ്ട്രാഡിൽ എൻട്രി എടുക്കുന്നു. അതിനുശേഷം പുട്ട് സൈഡിലാണല്ലോ മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. പുട്ടിൽ സ്റ്റോപ്പ് ലോസ് ഒരു 10% അല്ലെങ്കിൽ ഒരു 20%, കോൾ സൈഡിൽ ഒരു 50% വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സൽ വരുമ്പോൾ വളരെ മികച്ച റിട്ടേൺ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ അഡ്വാൻസ് മെത്തേഡിൽ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻട്രാഡേ ട്രേഡ്സിനെ സ്റ്റിൽ പ്രോഫിറ്റബിൾ ആക്കി വെക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു ലൈവ് ട്രേഡിംഗ് സെക്ഷനാണ് നമ്മുടെ ഇൻട്രാഡേ കമ്മ്യൂണിറ്റിയിലൂടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ ചെറിയ ബ്രോക്കറേജിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ഞാൻ ലൈവിലെല്ലാം ഉപയോഗിക്കുന്ന ഫസ്റ്റോക്ക് എന്ന് പറയുന്ന ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രോക്കറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആൽഗോ സിസ്റ്റംസ് എല്ലാം വരുമ്പോൾ നമ്മൾ ഫസ്റ്റോക്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ക്ലയൻസിന് നമ്മുടെ ആൽഗോ സിസ്റ്റംസ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില ഇൻട്രാഡേ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ഉറപ്പായിട്ടും മറ്റുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ദെൻ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അല്ലെങ്കിൽ മറ്റ് ഇൻട്രാഡേ ട്രേഡേഴ്സിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ട്
നിങ്ങൾ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ നിർത്തുകയാണ്. അടുത്ത ഒരു അടിപൊളി ഇൻട്രാഡേ സ്ട്രാറ്റജിയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.